കോടാനുകോടി രൂപയുടെ സ്വർണം ഖനനം ചെയ്ത കർണാടകയിലെ ഒരു ഗ്രാമം. പുസ്തകത്താളിലൂടെയും സിനിമകളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആ ഗ്രാമത്തിൻ്റെ യഥാർത്ഥ ചിത്രം നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ ഭാരതയാത്ര ഇന്ന് കർണാടകയിലെ കോലാർ ജില്ലയിലേക്ക്. സ്വർണത്തിന് മുകളിൽ ദരിദ്ര ചുറ്റുപാടിൽ താമസിക്കുന്ന ഗ്രാമങ്ങളുടെ യഥാർത്ഥ ചുറ്റുപാടുകൾ കണ്ടപ്പോൾ ഒരു നിമിഷം നിശബ്ദരായി നിന്നുപോയി. കേട്ടറിവുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കണ്ടറിവ് നമുക്ക് കാണാം. നമസ്കാരം. വേൾഡ് ചാരിറ്റി മിഷൻ നയിക്കുന്ന ഭാരത് യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലം തമിഴ്നാട്ടില്, ഇത് കർണാടകയിലോ? കർണാടകയിൽ കർണാടക തമിഴ്നാട് ബോർഡറില് ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ഗോൾഡ് മൈൻസിലാണ്. സോളാർ ഗോൾഡ് മൈൻസിലാണ്. KGF ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. KGFന്റെ ഫുൾ ഫോം ഒന്ന് പറയൂ. കോളാർ ഗോൾഡ് മൈൻസ്, ഗോൾഡ് ഫീൽഡ്. സ്വർണ്ണ നഗരം എന്ന് തന്നെ പറയാം. ഇവിടെ ഞങ്ങൾക്ക് വന്നപ്പോൾ 2 കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഈ കൂട്ടുകാർ ഇവിടുത്തെ കഥയൊക്കെ ഇവിടെ എല്ലാം നമ്മളെ ചുറ്റി കാണിച്ചൊക്കെ തന്നു. പേര് சொல்லுங்க. My name is Madesh. My name is Sudeep. இந்த இடத்துல இந்த மாதிரி மண்ணை எப்படி வந்துன்னு சொல்லுங்க. இந்த மாதிரி வந்து அங்க ஒரு ஆளு சொல்லு, ஒரு ஆளு. இதே மாதிரி இருக்குது அங்கிள். அங்கத்துல இருந்து மண் எடுத்துனா இங்க போடுவாங்க. இங்கத்துல இருந்து ஃபில்டர் பண்ணி அப்படியே இங்க போட்டாங்க. அதுல கண்டுபிடிச்சாங்க கோல்டுக்கு இதுன்னு. அதனால அப்படியே கெமிக்கல் போட்டு மாறிடுச்சு. என்னாச்சுன்னா அங்கிருந்து மண்ணு அங்கிருந்து ஒரு பாக்ஸா இருக்கும்னா அதுல போனாங்கன்னா அந்த மண்ணுக்கு நல்லா வந்து இங்க போட்டாங்க. போட்ட அந்த மண்ணு எல்லாம் அப்படியே ஃபேக்டரியில போட்டா அப்படியே அந்த ஃபேக்டரியில கோல்டு எல்லாம் தான் சரியா போயிடுச்சு. கோல்டு வேஸ்ட் மண்ணா அதோ அந்த ஃபில்டர் அந்த பொல்லுப்புல இருந்து ஃபில்டர் வந்து மண் இங்க வரும். அந்த மாதிரி வந்து மண்ணு மேலே ஏறி ஃபுல்லு அந்த எல்லாத்தையும் பொழுப்பிச்சு எல்லா இடத்துலயும் பொழுப்பிச்சு. அந்த எல்லாத்துலயும் மண்ணு வந்து இந்த போல மேல ஏறி அப்படியே கெமிக்கல் போட்டாங்க. இது வந்து அப்படியே சானட் கெமிக்கல் ஊத்தினாங்கன்னா இந்த போல மழை போல ஆயிடும். ஒன்னாவது இச்சாலா ஒன்னாதுன்னு அந்த போல அவங்களே அந்த கெமிக்கல் ஊத்துனா தான் அப்படி மண்ணா ஒண்ணு போட்டு ഇവര് പറഞ്ഞത് മലയാളത്തിലെ സ്ഥാപിച്ചായിട്ട് തന്നെ പറയും. ഡീപ്പിൽ പോയി ഗോൾഡ് എടുക്കും. ഗോൾഡ് എടുത്ത് അരച്ച് ഗോൾഡ് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ വേസ്റ്റ് ഇവിടെ തള്ളും. ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് വെള്ളവും മണ്ണിന്റെ വേസ്റ്റും എല്ലാം കൂടി അപ്പൊ അതിന്റെ കൂടെ ഈ സയനൈഡും കൂടെ കൂടി വരുന്നുണ്ട്. അതിങ്ങനെ ഓരോരോ അടുക്കടുക്കായിട്ട് ഇങ്ങനെ തള്ളും. തള്ളി ഇങ്ങനെ ഫീൽഡ് പോലെ ഇങ്ങനെ പാടം പോലെ കെട്ടി നിൽക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്താക്കും. അങ്ങനെ ആക്കിയാണ് ഇതിങ്ങനെ ലെയർ ആയിട്ട് വന്നേക്കുന്നത് എന്നാണ് ഇപ്പൊ ഇവര് പറഞ്ഞത്. ഇതിന്റെ ഒരു ചരിത്രമുള്ള അറിവേ ഉള്ളൂ നമുക്ക്. ഇതിനകത്ത് ഇങ്ങനെയല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് കമന്റ് ചെയ്ത് അറിയിക്കാം. അല്ല, നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയതാണ്.
ഇത് 1880 ജോൺ ടൈലർ എന്ന് പറയുന്ന ജോൺ ടൈലർ ആൻഡ് കമ്പനി ആണ് ഈ സൺ ആൻഡ് കമ്പനിയാണ് ഈ ഇവിടെ ഗോൾഡ് നിക്ഷേപം തുടങ്ങിയത്. അപ്പൊ അതിന്റെ കുറേ കഥകളുണ്ട്. നമുക്ക് ഇവിടെ പരിസരവാസികളോടും പുരാതനമായിട്ട് പ്രായമുള്ള ആൾക്കാരോടെല്ലാം ചോദിച്ച് പിന്നെ വായിച്ചും കുറച്ചറിവുകളും കൂടെ നമുക്ക് പ്രേക്ഷകർക്കായി പങ്കുവെക്കാം. ആദ്യം നമുക്ക് ഈ ഫീൽഡൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ ഈ മക്കള് നമ്മുടെ കൂടെ ഉണ്ട് എല്ലാത്തിനും. ഓക്കെ അല്ലേ? എന്നെ ക്ലാസ്സിൽ ഓക്കെ. അപ്പൊ വാ ഇങ്ങ വാ. KGF 2018 അവസാനത്തോടുകൂടി തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി വൻ വിജയം കൈവരിച്ച ഒരു കന്നഡ ചിത്രം. കന്നഡ കൂടാതെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളിലും ചിത്രം മൊഴിമാറ്റിയിട്ടുണ്ട്. ശരിക്കും എന്താണ് ഈ KGF എന്നറിയാമോ? ചിത്രം കണ്ടവർക്കറിയാം അതൊരു സ്വർണ്ണഖനിയാണെന്ന്. കോലാർ ഗോൾഡ് ഫീൽഡ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് KGF. സിനിമ കണ്ടവരിൽ ഭൂരിഭാഗവും ഇതൊരു സാങ്കല്പിക സൃഷ്ടിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അറിഞ്ഞുകൊള്ളൂ, ശരിക്കും ഇങ്ങനെയൊരു സ്വർണ്ണഖനി നമ്മുടെ രാജ്യത്തുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം. കർണാടകയിലെ കോലാർ എന്ന സ്ഥലത്ത് ആണ് ഈ ഖനി പ്രവർത്തിച്ചിരുന്നത്. എന്താണ് ശരിക്കും KGFന് സംഭവിച്ചത്? സ്വർണം ഒളിഞ്ഞുകിടക്കുന്ന മണ്ണാണിത്. ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ടൺ കണക്കിന് സ്വർണം ആഭരണങ്ങളും ശില്പങ്ങളും നാണയങ്ങളുമായി ഈ ഭൂമിയിൽ എത്രയോ സുന്ദരീ സുന്ദരന്മാരുടെ ശരീരത്തിലും ആരാധനാലയങ്ങളിലും നിലവറകളിലും വിശ്രമിക്കുന്നു. 4ാം ക്ലാസ്സിലെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കുള്ള പുസ്തകത്തിൽ ഇന്ത്യയിലെ സ്വർണ്ണഖനി ഏത് എന്ന ചോദ്യത്തിൻ്റെ അടിയിൽ കണ്ട ഉത്തരം കോലാർ എന്ന് വായിച്ചപ്പോഴേ മനസ്സിലുദിച്ച മോഹമാണ് സ്വർണം വിളയുന്ന ആ നാട്ടിലൊന്ന് പോകണമെന്ന്. ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം അകലെയാണ് ഈ കോലാർ. സ്വർണം ഖനനം ചെയ്യുന്നത് കാണാമെന്ന മോഹത്തോടെ വരേണ്ടതില്ലെന്നും ഗതകാല പ്രതാപത്തിൻ്റെ സ്മരണയിൽ മയങ്ങുന്ന ഖനികളുടെ മനുഷ്യരുടെയും തുടിപ്പുകൾ അനുഭവിച്ചറിയണമെങ്കിൽ പോന്നോളൂ എന്നായിരുന്നു കോലാറിൽ താമസമുറപ്പിച്ച മലയാളിയായ എൻ്റെ സുഹൃത്ത് സജി പറഞ്ഞത്. മണ്ണിനടിയിൽ സ്വർണ്ണശേഖരം അവശേഷിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തന ചെലവ് വർദ്ധിച്ചതോടെ ഇവിടെ ഖനനം നടത്തിയിരുന്ന പൊതുമേഖലാ സ്ഥാപനം ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് 2001 മാർച്ച് 30 പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. ഇവിടുത്തെ ഖനികളിൽ അവശേഷിക്കുന്ന സ്വർണത്തിൻ്റെ കണക്കെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇനി എന്നെങ്കിലും ഇവിടെ സ്വർണ്ണഖനനം പുനരാരംഭിക്കുമെന്നും കോലാറിൻ്റെ സുവർണകാലം തിരിച്ചെത്തുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ സ്വർണ്ണഖനനത്തിനെത്തിയ ഇവിടെ സ്ഥിരമാക്കിയ തൊഴിലാളികളുടെ പിന്മുറക്കാർ എല്ലാവരും ആ പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ബ്രിട്ടീഷുകാർ പണ്ട് തൊഴിലാളികൾക്കായി പണിതിരുന്ന ക്വാർട്ടേഴ്സുകളിലാണ് അവർ പലരും ഇപ്പോഴും താമസിക്കുന്നത്. ആഫ്രിക്കയിലെ ഖനികൾ കഴിഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും ആഴമുള്ള ഖനികൾ കോലാറിലാണ്. 3 കിലോമീറ്റർ ആഴത്തിൽ നിന്നു വരെ ഇവിടെ സ്വർണം ഖനനം നടത്തിയിരുന്നു. AD 2-3 നൂറ്റാണ്ടുകളിൽ തന്നെ ഇവിടുത്തെ സ്വർണ്ണശേഖരത്തെക്കുറിച്ച് തദ്ദേശീയർക്ക് അറിവുണ്ടായിരുന്നുവെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. കുഴികളുണ്ടാക്കി അതിൽ നിന്ന് കല്ലുകൾ ശേഖരിച്ച് പൊടിച്ച് സ്വർണം വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ അവർ അഭ്യസിച്ചിരുന്നു. പിന്നീട് 9-10 നൂറ്റാണ്ടുകളിൽ ചോളന്മാരുടെ ഭരണകാലത്തും 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര രാജാക്കന്മാരും 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താനും ഇവിടെ നിന്നും സ്വർണം ഖനനം ചെയ്തിരുന്നു. എന്നാൽ 1850 ബ്രിട്ടീഷുകാരാണ് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വൻതോതിൽ സ്വർണ്ണഖനനം ആരംഭിച്ചത്. 1875 ബാംഗ്ലൂരിൽ താമസമാക്കിയിരുന്ന ഇംഗ്ലീഷുകാരനായ റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥൻ MF ലാവല്ലെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുമതി നേടി ഭൂമി ആഴത്തിൽ തുറന്ന് പാറക്കല്ലുകൾ ശേഖരിക്കുന്നതിനുള്ള ഒരു ഷാഫ്റ്റ് ഉർഗംപേട്ടിൽ സ്ഥാപിച്ചു. വലിയ ചക്രങ്ങളിൽ കറങ്ങി ആഴമുള്ള കുഴികളിലേക്ക് പോകുന്ന വലിയ ലിഫ്റ്റ് പോലുള്ള സംവിധാനമാണ് ഷാഫ്റ്റ്. വൻ തുക മുടക്കി ബ്രിട്ടനിൽ നിന്ന് ഷാഫ്റ്റ് കപ്പൽ മാർഗം കൊണ്ടുവന്ന് സ്ഥാപിച്ചെങ്കിലും സ്വർണം ഖനനം ചെയ്യുന്നതിന് ഇനിയും വലിയ മൂലധനം ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ലാവല്ലെ ഷാഫ്റ്റിൻ്റെ ഉടമസ്ഥാവകാശം ബ്രിട്ടീഷ് സൈന്യത്തിലെ കേണലായിരുന്ന
ബെറസ്ഫോർഡിന് കൈമാറി. ബെറസ്ഫോർഡ് തൻ്റെ സുഹൃത്തുക്കളെ കൂടി ഉൾപ്പെടുത്തി കോലാർ കൺസ്ട്രക്ടറീസ് എന്ന പേരിൽ ഒരു സിൻഡിക്കേറ്റ് സ്ഥാപിച്ച് വ്യാപകമായ രീതിയിൽ ഖനനം ആരംഭിക്കുകയായിരുന്നു. 1881 ലണ്ടനിലെ ജോൺ ടൈലർ ആൻഡ് സൺസ് മൈനിങ് കമ്പനി ഈ സിൻഡിക്കേറ്റിൽ ചേർന്നതോടെ ബ്രിട്ടനിൽ നിന്ന് കൂടുതൽ ഷാഫ്റ്റുകളും ഖനിക്കുള്ളിൽ സ്ഥാപിക്കുന്നതിനുള്ള പവർ ഹൗസുകളുമെല്ലാം കൊണ്ടുവന്ന് കൂടുതൽ പ്രദേശത്തേക്ക് ഖനികൾ വ്യാപിപ്പിച്ചു. 100 ചതുരശ്ര മൈലോളം ഭൂമി ഖനനത്തിനായി കമ്പനി പാട്ടത്തിനെടുത്തു. തുടക്കത്തിൽ നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായിരുന്നു ഖനിക്കുള്ളിൽ ഉപയോഗിച്ചിരുന്നത്. 1902 ഓഗസ്റ്റിൽ സ്വർണ്ണ ഖനനത്തിനായി ഇവിടെ വൈദ്യുതി എത്തിച്ചു. ഖനനം നടക്കുന്ന പ്രദേശത്ത് മധ്യത്തിലായി ട്രാൻസ്ഫോമർ ഹൗസ് സ്ഥാപിച്ച് യന്ത്രങ്ങൾ പൂർണ്ണമായും വൈദ്യുതീകരിച്ചു. ഇതോടെ ഇവിടുത്തെ സ്വർണ്ണ ഉൽപാദനത്തിൽ വൻ വർധനവാണ് ഉണ്ടായത്. ഏഷ്യയിലെ തന്നെ വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ മേഖലകളിൽ ഒന്നാണ് കോലാർ. കുഴിച്ചെടുത്ത കല്ലുകൾ സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനുള്ള ക്രഷറിലേക്കും റിഫൈനറികളിലേക്കും കൊണ്ടുപോകുന്നതിന് റെയിൽവേ ലൈനുകളും സ്ഥാപിക്കപ്പെട്ടു. വൈദ്യുതിയും റെയിൽവേക്കും പുറമെ ടെലിഫോൺ, പോസ്റ്റൽ, ജലവിതരണ സംവിധാനങ്ങൾ എത്തിയതോടെ കോലാർ വികസിത മേഖലയായി മാറി. ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നായിരുന്നു അക്കാലത്ത് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. രാജ്യം സ്വതന്ത്രമായതിനു ശേഷം കോലാറിലെ ഖനികളിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷുകാരായ സാങ്കേതിക വിദഗ്ധർ പലരും അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്ന് ഖനികളുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിന് കൈമാറി. BGML ആണ് പിന്നീട് ഇവിടെ ഖനനത്തിൻ്റെ ചുമതല വഹിച്ചത്. 2001 വരെ ഖനനം തുടർന്നു. അപ്പോഴേക്കും നിലവിലുണ്ടായിരുന്ന ഖനികളുടെ സ്വർണ്ണശേഖരം തീർന്നു തുടങ്ങിയിരുന്നു. പ്രവർത്തന ചെലവ് കൂടി വരികയും ചെയ്തു. കൂടുതൽ വിശാലമായ ഖനികളും കൂടുതൽ ശേഷിയുള്ള ഉപകരണങ്ങളും സ്ഥാപിച്ച് ഖനനം തുടരേണ്ടി വരുമെന്ന അവസ്ഥയിൽ BGML കോലാറിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു. അതിനുശേഷം പലതവണ ഖനനം പുനരാരംഭിക്കുമെന്ന ഉദ്ദേശത്തോടെ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നുവെങ്കിലും ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. മുൻപ് ഖനനം നടത്തിയിരുന്ന പ്രദേശം സർക്കാരിൻ്റെ റിസർവ് മേഖലയാണ്. കെട്ടിട നിർമ്മാണമോ മറ്റു പ്രവൃത്തികളോ ഇവിടെ അനുവദിക്കുന്നില്ല. കുറ്റിക്കാടുകൾ നിറഞ്ഞ വിശാലമായ മേഖലയിൽ ബ്ലാക്ക് ബക്ക് എന്ന അപൂർവ ഇനം മാനുകളും ഉൾപ്പെടെ വിവിധ ഇനം മൃഗങ്ങളും പക്ഷികളും വിഹരിക്കുന്നു. ഈ മേഖലയിൽ അങ്ങിങ്ങായി വലിയ കുന്നുകൾ കാണാനുണ്ട്. സത്യത്തിൽ മുൻപ് സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം കളഞ്ഞ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടാണ് ഈ കുന്നുകൾ ഉണ്ടായിരിക്കുന്നത്. ഒട്ടേറെ സിനിമകളുടെ ലൊക്കേഷനായി മാറിയിട്ടുണ്ട് ഈ കുന്നുകളും താഴ്വരയും. പ്രവർത്തനരഹിതമായ ഷാഫ്റ്റുകൾക്ക് ഇപ്പോഴും കാവലുണ്ട്. അതിനടുത്തേക്ക് പോകുവാൻ പൊതുജനങ്ങൾക്ക് അനുമതിയുമില്ല. ഗോൽക്കൊണ്ട ഷാഫ്റ്റ്, ടെറന്റ് ഷാഫ്റ്റ് എന്നിങ്ങനെ നിറം മങ്ങിയ ബോർഡുകൾ ഇവയ്ക്ക് മുന്നിൽ കാണുന്നു. ചില ബോർഡുകളിൽ ജനറൽ ഇലക്ട്രിക് കമ്പനി ലിമിറ്റഡ്, ഇംഗ്ലണ്ട് നിർമ്മിച്ചത് എന്നും കാണുന്നുണ്ട്. ഈ ഷാഫ്റ്റ് വഴി തൊഴിലാളികൾ അകത്തേക്ക് ചെന്ന് സ്വർണത്തിൻ്റെ സാന്നിധ്യമുള്ള പാറക്കല്ലുകൾ കൊത്തിയെടുക്കും. അത് പുറത്തെത്തിച്ച് പ്രത്യേക ട്രാക്കിലൂടെ ഓടുന്ന ചെറിയ വണ്ടികളിൽ നിറച്ച് പാറകൾ പൊടിയാക്കുന്ന ക്രഷറിലേക്കും പിന്നീട് റിഫൈനറികളിലേക്കും കൊണ്ടുപോകും. ഇങ്ങനെയായിരുന്നു പ്രവർത്തന രീതി. ശ്രമകരമായ ഈ പ്രവൃത്തിക്കിടെ എത്രയോ തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഷാഫ്റ്റുകളില്ലാതെ വലിയ കിണറുകളുടെ വ്യാപ്തിയും കിലോമീറ്ററുകൾ ആഴമുള്ള ഗർത്തങ്ങളും അങ്ങിങ്ങായി കാണുന്നു. ഷാഫ്റ്റുകളിലൂടെ ഇറങ്ങുന്ന തൊഴിലാളികൾക്ക് വഴി തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി വഴി തടസ്സപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ പുറത്തു വരാനായി നിർമ്മിച്ചതായിരുന്നു ഇവ. ഇത്തരം ഗർത്തങ്ങൾ കട്ടികൂടിയ കമ്പിവലകൾ കൊണ്ട് മൂടി വെച്ചിരിക്കുന്നുവെങ്കിലും കാവലില്ല. അകത്തേക്ക് എത്തി നോക്കുമ്പോൾ കാണുന്ന ആഴം നമ്മളെ വിഭ്രമിപ്പിക്കുന്നതാണ്. എന്നാൽ രാത്രിയിലും മറ്റും ഈ ഗർത്തങ്ങളിലൂടെ അകത്തേക്ക് ഇറങ്ങി കല്ലുകൾ ശേഖരിച്ച് പുറത്തു കൊണ്ടുവന്ന് രഹസ്യമായി സ്വർണം വേർതിരിച്ചെടുക്കുന്നവരുമുണ്ടെന്ന് ഗോൽക്കൊണ്ട ഷാഫ്റ്റിനരികിൽ വെച്ച് കണ്ടുമുട്ടിയ താടി നീട്ടി വളർത്തിയ വൃദ്ധൻ ഞങ്ങളോട് പറഞ്ഞു. അങ്ങിങ്ങ് ചിതറിക്കിടക്കുന്ന കല്ലുകൾ പരതിക്കൊണ്ട് നടക്കുന്ന ആ മനുഷ്യൻ്റെ കണ്ണുകളിലെ വന്യമായ തിളക്കത്തിൽ സ്വർണം ഗർഭത്തിൽ ഒളിപ്പിക്കുന്ന ഒരു നാടിൻ്റെ കഥ മുഴുവനുണ്ട്. കോലാർ പട്ടണത്തിൻ്റെ ആ സുവർണ കാലഘട്ടം ഇനിയും തിരികെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേൾഡ് ചാരിറ്റി മിഷൻ നയിക്കുന്ന ഭാരതയാത്ര കോലാറിനോട് വിട പറയുകയാണ്. വേൾഡ് ചാരിറ്റി മിഷൻ നയിക്കുന്ന ഭാരതയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ഒരു ഗ്രാമത്തിലെ കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി.